സുവിശേഷം അറിയിച്ചു. അവരോട് കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചൊക്കെ പറഞ്ഞു. കർത്താവ് ഈ ഭൂമിയിൽ നമ്മെ തേടി വന്നു തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ പറഞ്ഞു അവൻ പറഞ്ഞു, അങ്കിൾ എന്നോട് ഇതൊന്നും പറയണ്ട, ഞാനിതൊന്നും വിശ്വസിക്കുന്നില്ല. അപ്പോൾ അവൻ പറഞ്ഞു, ആ സുവിശേഷൻ പറഞ്ഞു, കർത്താവ് ഭൂമിയിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് വന്നു. ജോസീഫസിന്റെ കാര്യം എഴുതിയിരിക്കുന്നതും ടാസിറ്റസ് എഴുതിയിരിക്കുന്നതും ഒക്കെ ഉദ്ധരിച്ച് അവനെ ബോധ്യപ്പെടുത്തുവാനായിട്ടുള്ള, എന്നോട് ഇതൊന്നും പറയണ്ട, കർത്താവ് ഈ ഭൂമിയിൽ വന്നെന്നുപോലും ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന്. അപ്പോൾ ആ സുവിശേഷം ചോദിച്ചു, എന്താ നീ വിശ്വസിക്കാത്തത്? അപ്പോൾ താൻ ഇങ്ങനെ ഉത്തരം പറഞ്ഞു. ആ പയ്യൻ ഇങ്ങനെ ഉത്തരം പറഞ്ഞു, അങ്കിളെ നോക്കുക, ഈ പൂച്ചകളെ നോക്കുക, അതിന്റെ തരത്തിലുള്ളതിനെ അത് പുറപ്പെടുവിക്കുന്നു. നായ്ക്കളെ നോക്കുക, അതിന്റെ തരത്തിലുള്ളത് അത് പുറപ്പെടുവിക്കുന്നു. മരം, മനുഷ്യൻ, ഇതൊക്കെ നോക്കുക, അതിന്റെ തരത്തിലുള്ളത് അത് പുറപ്പെടുവിക്കുന്നു. നിങ്ങൾ പറയുന്ന യേശു ക്രിസ്തു എന്നൊരാൾ എന്നെങ്കിലും ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആ തരത്തിലുള്ള ചിലരെയൊക്കെ എങ്കിലും ഞാൻ എവിടെയെങ്കിലും ഒക്കെ കണ്ടേനെ. ഞാൻ കാണുന്നതെല്ലാം അന്തിക്രിസ്തുക്കളെയാണ്, ക്രിസ്തുവിന്റെ സ്വഭാവമല്ല ഞാൻ കാണുന്നത്. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത്? ആ സുവിശേഷകൻ മറ്റൊരു സുവിശേഷനോട് പറഞ്ഞു, ഇതാ പയ്യൻ പറഞ്ഞതെന്ന്. ആ മറ്റേ സുവിശേഷൻ പറഞ്ഞു, നീ എന്തിനാ അവിടെ പോയത്? ഇങ്ങനെ പലരെയും കൊടുക്കുന്ന പാർട്ടിയാ പുള്ളി, ഇനി അങ്ങോട്ട് തിരിയേണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ആ പാർട്ടി പറഞ്ഞാൽ സത്യമില്ലേ? ഉണ്ടെന്നോ ഇല്ലെന്നോ? ഉണ്ട്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകും. കർത്താവാണ് വെളിച്ചം. ആ വെളിച്ചം നമ്മിലൂടെ പരിലസിക്കണം, മറ്റുള്ളവർ കാണണം. ഈ ഉത്തരവാദിത്വം നമുക്ക് ഓർത്ത് വരുന്ന ആളുകളിൽ ഇത് സംബന്ധിച്ചുള്ള നമ്മുടെ കർത്തവ്യങ്ങളെ നിവൃത്തിയാക്കി കർത്താവിന്റെ മഹത്വത്തിനായി ജീവിക്കാം. അതിന് ഈ വാക്കുകൾ മുഖാന്തരവും ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ യോഗത്തിൽ ഇങ്ങനെ അല്പസമയം ഒന്ന് സംസാരിക്കാനായിട്ട് എനിക്ക് തന്ന സമയത്തിനായിട്ട് ഞാൻ നന്ദിയുള്ളതിനാണ്. ഉത്തരവാദിത്തപ്പെട്ടവരോട് അതിനുള്ള നന്ദി അറിയിക്കുന്നു. നാം പങ്കിട്ടത് നമ്മുടെ ഓരോരുത്തരുടെയും നന്മയ്ക്കും ദൈവനാമ മഹത്വത്തിനും കാരണമായി ഭവിക്കും. പിതാവിന്റെ മഹത്വത്തെ കുറിച്ചാണ്. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കേണ്ടത്. പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ദൈവത്തിന് മഹത്വമായി തീരണം. ആദ്യത്തെ രണ്ടും ഉണ്ടെങ്കിൽ മൂന്നാമത്തത് ജീവിതത്തിൽ ഉണ്ടായിത്തീരും. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നാം സുവിശേഷം നൽകണം. രണ്ടാമത് നാം കണ്ടത് നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവരെ ബോധ്യത്തിലേക്ക് നാം കൊണ്ടുവരണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതം ലോകത്തിന്റെ മുൻപാകെ ദൈവത്തിന്റെ മഹത്വമായി തീരും. ദൈവം വെളിച്ചങ്ങളായി, കുടുംബങ്ങളായി നമ്മെ പലയിടങ്ങളിൽ ആക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പട്ടണമായി, വിളക്കായി. ഞാൻ ആദ്യം ഓർപ്പിക്കുകയുണ്ടായി എന്റെ വിശദീകരണം. അങ്ങനെ ആക്കിയിരിക്കുന്നത് ഈ ഉദ്ദേശത്തോടു കൂടിയാണ്. ആ ഉദ്ദേശം സാധ്യമാകട്ടെ. നാം അത് ചെയ്യണമെന്ന് മാത്രമല്ല, അടുത്ത തലമുറയെയും ഇതിലേക്ക് കൊണ്ടുവരുവാൻ ഇടവരണം. നമ്മുടെ മക്കളൊന്നും ഇവിടെ ഇല്ല അല്ലേ? ആ മക്കളും ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടത്തക്കവണ്ണമുള്ള ഒരു അവസ്ഥ ഉണ്ടായി വരുവാൻ ഇടവരണം. അവർക്കും പ്രോത്സാഹനമാകണം. നമ്മൾ ഇത്രയൊക്കെ ആയി അല്ലേ? ഇനി അവർ മുന്നോട്ട് പോകണം. അവരാൽ എന്ത് ദൈവം ആഗ്രഹിക്കുന്നുവോ അത് സാധ്യമാകത്തക്കവണ്ണം ഈ വഴിയിൽ മുൻപോട്ട് പോകുവാൻ, അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെ വഴിയിൽ മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം ഇടയാകത്തക്കവണ്ണം നാം ആ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഏറെ ആവശ്യമുണ്ട്. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മെക്കുറിച്ചുള്ള ദൈവിക ഉത്തരവാദിത്വം വളരെ പറയാവുന്നതാണെങ്കിലും ചുരുക്കമായിട്ടൊന്ന് ഓർപ്പിക്കുകയായിരുന്നു. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകും. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകും. കൂട്ടമായി, അതുപോലെ ഒറ്റയ്ക്കായി, അല്ലെങ്കിൽ കുടുംബമായി മാത്രമല്ല, ഇൻഡിവിജ്വൽസ് ആയി ദൈവം നമ്മെ എവിടെയൊക്കെ ആക്കിയിരിക്കുന്നോ ആ നിലയിൽ ആയിത്തീരുവാൻ ഇടവരണം. ആദ്യം നാം കണ്ടത് വെളിച്ചം നൽകണം, മാത്രമല്ല ബോധം നൽകണം. അത് മാത്രമല്ല, ദൈവത്തിന് മഹത്വം വരത്തക്കവണ്ണം ജീവിതം ക്രമീകരിക്കണം. ജീവിതത്തിൽ ദൈവത്തിന് മഹത്വമല്ലാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അതൊക്കെ മാറ്റണം, അതൊക്കെ നീക്കം ചെയ്യണം. ദൈവം അതാണ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരു ഉദാഹരണം പെട്ടെന്ന് ഓർക്കുന്നു, ഒന്ന് പറഞ്ഞു തീർക്കാം. ഒരു പയ്യനെ കുറിച്ചാണ്. The gospel of Jesus Christ. ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷമായി തീരണം നമ്മുടെ ജീവിതത്തിലൂടെ കർത്താവിനെ കാട്ടുക. അത് അസാധ്യമായിട്ട് ഒരിക്കലും വരികയില്ല. നിങ്ങൾ നല്ല ജീവിതം ജീവിക്കല്ലെന്ന് ആരും പറയില്ല. യേശു ക്രിസ്തുവിനെ കുറിച്ച് പോലെ ജീവിക്കല്ലെന്ന് ആരും നിങ്ങളോട് പറയില്ല. നിങ്ങൾ മാതൃകയുള്ള, മര്യാദയുള്ള ജീവിതം ജീവിക്കല്ലെന്ന് ആരും പറയില്ല. അവൾ കർത്താവിനെ ജീവിതത്തിലൂടെ കാട്ടുക, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അത് വളരെ റെലവന്റ് ആയിട്ടുള്ളതാണ്. ജീവിതം ആ നിലയിൽ ക്രമീകരിക്കുവാൻ ഏറെ ആവശ്യമുണ്ട്. ജീവിതം ഒരു സുവിശേഷമാണ്. ആ വാതിൽ ഒരിക്കലും അടയുകയില്ല. അങ്ങനെ നേരായി നാം, മര്യാദയായി നാം ജീവിച്ചാൽ, ക്രിസ്തുവിന്റെ ജീവിതം കാട്ടി നാം ജീവിച്ചാൽ
മറ്റുള്ളവർ നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് ചോദിക്കുവാനും അത് സുവിശേഷം മറ്റുള്ളവരോട് പങ്കിടുവാനുമുള്ള കാരണങ്ങളായി അല്ലെങ്കിൽ വാതിലുകളായി അത് തീരും. അതാണ് ഇനി മുൻപോട്ടുള്ള കാലത്ത് സാധ്യമായിട്ടുള്ള വഴികൾ. കേരളത്തിൽ അല്പം വ്യത്യാസം ഇപ്പോഴും ഉണ്ട്, എന്നാൽ മറ്റുള്ള സ്ഥലങ്ങളെ കുറിച്ച് ഞാൻ പ്രധാനമായി പറയും. നാളെ ഇവിടെയും അതാവാം. വെളിച്ചം വെളിച്ചം തന്നെ. രണ്ടാമത്, എന്നോട് പറഞ്ഞ സമയമൊക്കെ തീർന്നു. എഫേസ് ലേഖനത്തിൽ അതിന്റെ 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ ശ്രദ്ധയോട് കൊണ്ടുവരാം. എഫേസ് ലേഖനം 5-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം നോക്ക്. 8-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ പൗലോസ് ആ കാര്യമാണ് പറയുന്നത്. എന്നാൽ 13-ാം വാക്യം മാത്രം നാം വായിക്കാം. അവയെ ശാസിക്കുമ്പോൾ സകലത്തെ കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. അവിടെ നാം വായിക്കുന്നത് വെളിച്ചത്താൽ ബോധം വരും. ഇത് ഇരുളിലുള്ളവർക്ക് ബോധം അല്ലെങ്കിൽ ബോധ്യം വരുത്തുന്ന കാര്യം. അതിന് തൊട്ട് മുകളിൽ നാം വായിക്കുമ്പോൾ നിഷ്ഫല പ്രവർത്തികളെ കുറിച്ച് പറയുവാൻ തന്നെ, ആ ഗൂഢമായി ചെയ്യുന്നത് പറയുവാൻ തന്നെ ലജ്ജയാകുന്നു എന്നുള്ള കാര്യം നാം കാണുന്നുണ്ട്. അതിനുശേഷമാണ് വെളിച്ചത്താൽ ബോധം വരുത്തുന്ന കാര്യം അവിടെ പൗലോസ് പറയുന്നത്. അപ്പോ നമ്മുടെ വാക്കിലൂടെ പറയുന്ന കാര്യമല്ലത്, പിന്നെ നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവരോട് എങ്ങനെ ജീവിക്കണം എന്ന സാക്ഷ്യ ജീവിതം കാട്ടുന്ന കാര്യമാണ് ഇവിടെ നാം കാണുന്നത്. അപ്പോൾ അങ്ങനെ വെളിച്ചത്താൽ മറ്റുള്ളവർക്ക് ബോധം വരുമ്പോ പിന്നെ നാം കാണുന്നത് ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ, അല്ലെങ്കിൽ ബോധം വരുന്നത് വെളിച്ചമായി തീരുവാൻ അത് മുഖാന്തരമായി തീരും. ഇത് ജീവിതത്തിലൂടെ ഞാനിപ്പോൾ ആദ്യത്തെ പോയിന്റിൽ തന്നെ ഓർപ്പിക്കുകയുണ്ടായി. ആ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് വെളിച്ചം നൽകുന്ന കാര്യമാണ് ഈ ഭാഗത്ത് പ്രധാനമായി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി മറ്റൊന്നുകൂടി നമ്മൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ആദ്യം വായിച്ച വേദഭാഗത്തേക്ക് മടങ്ങി നമ്മെ തന്നെ ഏൽപ്പിക്കുകയും ചെയ്യേണ്ടത് ഏറെ ആവശ്യമാണ്. ദൈവം അതാണ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ നാം കൂടി വരുമ്പോൾ അതിനുള്ള പ്രോത്സാഹനമാണ് തമ്മിലുണ്ടാകേണ്ടത്. കർത്താവിന്റെ മഹത്വത്തിനായി കർത്താവ് നമ്മെ ആക്കിയിരിക്കുന്നത് എന്തിനോ അത് നിവർത്തിച്ച് ജീവിക്കുവാനുള്ള ഇടവരണം, അതിനുള്ള കൃപയുണ്ടാവണം, അത് സാധ്യമാവണം. ഈ ഒരു ആഗ്രഹവും പ്രാർത്ഥനയും നാം ഇങ്ങനെ കൂടുമ്പോൾ ഉണ്ടായിരിക്കേണ്ടത് ഏറെ ആവശ്യമാണ്. ഇനി ചുരുക്കമായിട്ട് വെളിച്ചം എന്നുള്ള നിലയിൽ എന്താ നമ്മുടെ ഉത്തരവാദിത്വം എന്നൊന്ന് ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 3 കാര്യങ്ങൾ ചുരുക്കമായിട്ട് ഞാൻ ഓർപ്പിക്കട്ടെ. ഈ ഭാഗം തന്നെ നാം നോക്കുമ്പോൾ 15-ന്റെ അവസാനം അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. വെളിച്ചം നൽകും. വെളിച്ചം നൽകും. നാം വെളിച്ചം പ്രാപിച്ചവരാ, എന്നാൽ നാം ആ വെളിച്ചം മറ്റുള്ളവർക്ക് നൽകേണ്ടത് ആവശ്യമാണ്. ഇത് സുവിശേഷം മറ്റുള്ളവരോട് പങ്കിടുന്നതിന്റെ ഉത്തരവാദിത്തമാണ് നമ്മെ ഓർപ്പിക്കുന്നത്. മറ്റുള്ളവർക്ക് കർത്താവിന്റെ വെളിച്ചം നാം നൽകുന്നവരായിരിക്കണം. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകും. ആരാണ് ലോകത്തിന്റെ വെളിച്ചം? ഇന്ന് ലോകത്തിന്റെ വെളിച്ചം ആരാണ്? സാധാരണ നാം പറയുമ്പോ കർത്താവ് എന്ന് പറയും, ഇല്ലേ? സാധാരണ പിള്ളേരൊക്കെ സാധാരണ പാടാണ് ഷൈൻ ജീസസ് ഷൈൻ, ഇല്ലേ? സാധാരണ പാടുന്ന ആണല്ലോ. കർത്താവ് പറഞ്ഞു നാം ആ വെളിച്ചമെന്ന്. നാം കർത്താവിനോട് പറയുക എന്താ? ആ ഷൈൻ ഇല്ലേ? ഇല്ല, വി ought to ഷൈൻ. നാം പ്രകാശമായിരിക്കണം. കർത്താവ് പറഞ്ഞു നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. യോഹന്നാൻ 8:12 നാം കാണുന്നത്. യോഹന്നാൻ 9:5 കർത്താവ് കുറെ കൂടി വിശദീകരിക്കുന്നുണ്ട്. ഞാൻ ഭൂമിയിൽ ഉള്ളിടത്തോളം ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഇന്ന് കർത്താവ് പിതാവിന്റെ സന്നിധിയില്ല. ഇന്ന് നാം ആണ് അവന്റെ വെളിച്ചം ലോകത്തിന് നൽകേണ്ടത്. സുവിശേഷത്തിന് സാക്ഷികളാകണം. അത് പറയുമ്പോൾ ഒരു കാര്യം ഓർപ്പിക്കാതെ വയ്യ. സുവിശേഷീകരണം 3 വിധത്തിലാണ് നമ്മുടെ ജീവിതത്തിലൂടെ നടക്കേണ്ടത്. 1, പ്രഘോഷണം, വാക്കിലൂടെ മറ്റുള്ളവർക്ക് നൽകുക. 2, ശുശ്രൂഷ, അല്ലെങ്കിൽ ലോകത്തിന് നാം ശുശ്രൂഷ ചെയ്ത്. 3, ജീവിതത്തിലൂടെ. ഞാനിത് പറഞ്ഞതിന്റെ കാരണം ഇതാ. ഇത് ആദ്യത്തെ 2 ഇന്ന് നാം പാർക്കുന്ന ലോകത്തിൽ അസാധ്യമായി തീരുന്ന അവസ്ഥയാണ് നാം കാണുന്നത്. പ്രഘോഷണം ഇന്ന് ഇങ്ങനെ ഇവിടെ കൂടാമായിരിക്കും. നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെ കൂടാൻ പ്രയാസം, അകത്താകും. നമുക്കറിയാമല്ലോ. സൗത്ത് ഇന്ത്യയിലും പലയിടങ്ങളിലും വിഷമമായിക്കൊണ്ടിരിക്കുന്നു. നാളെ എന്താണ് വെട്ടിയാറ്റം നമുക്കറിയില്ല.
പ്രഘോഷണം അസാധ്യമായി പോകും ഏതാണ്ട്. രണ്ടാമത്തെ എന്താ ഞാൻ പറഞ്ഞത്? ശുശ്രൂഷ, സർവീസ്, സെർവിങ് ദ സൊസൈറ്റി. ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ സ്നേഹം നാം നമ്മുടെ ശുശ്രൂഷയിലൂടെ മറ്റുള്ളവർക്ക് കാട്ടുക. അതും ഇന്ന് സാധ്യമല്ലാതെ വന്നിരിക്കുക. നിങ്ങളുടെ സ്കൂളുകൾ ഞങ്ങൾക്ക് വേണ്ട, നിങ്ങളുടെ ഓർഫനേജുകൾ നിങ്ങൾ അടയ്ക്കുക, ഞങ്ങൾക്കത് വേണ്ട, നിങ്ങളുടെ ആശുപത്രികളും ഞങ്ങൾക്ക് വേണ്ട. ഇതെല്ലായിടത്തും കാണുക. ഇത് നോർത്തിലും സൗത്തിലും ഉള്ളതാ. ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് നന്നായിട്ട് അറിയാം. പല ഓർഫനേജുകളും അടയ്ക്കുക, സ്കൂളുകളൊക്കെ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകണോ എന്ന് സംശയമായിരിക്കുക, സഭാ ഹാളുകൾ പോലും പ്രശ്നമായിരിക്കുക പലയിടങ്ങളിൽ. അപ്പോൾ ആ രണ്ടാമത്തതും അസാധ്യമായിരിക്കുക. എന്നാൽ ഞാൻ ഒന്ന് ഓർപ്പിക്കാനായിട്ടാണ് ഇത് വിശദീകരിച്ചത്. മൂന്നാമത്തത് ഒരിക്കലും അസാധ്യമായിട്ട് വരികയില്ല. എന്ത്? ജീവിതത്തിലൂടെ കർത്താവിനെ നമ്മുടെ ജീവിതത്തിലൂടെ കാട്ടുക. ഒന്ന്, മലമേലിരിക്കുന്ന പട്ടണം. രണ്ട്, ആ വിളക്ക് കത്തിച്ച് ആ പറയും കേടില്ല തുടങ്ങിയുള്ള കാര്യങ്ങൾ നാം കാണുന്നു. ആ വിളക്ക്, അപ്പോൾ മലമേലിരിക്കുന്ന പട്ടണവും വിളക്കും, ഈ രണ്ട് സദൃശ്യങ്ങളും കർത്താവ് പറഞ്ഞത് വെളിച്ചമെന്നുള്ള സദൃശ്യത്തെ വിശദീകരിക്കുവാൻ വേണ്ടിയാണ്. ഇനി നാം നോക്കണം, ഈ രണ്ട് സദൃശ്യങ്ങൾ, ആ മലമേലിരിക്കുന്ന പട്ടണവും വിളക്കും, ഇത് തമ്മിൽ എന്താ വ്യത്യാസം? ഇത് തമ്മിലും വ്യത്യാസമേ ഉള്ളൂ, അല്ലേ? എന്നാൽ ഒരു കാര്യം ഞാൻ ഇങ്ങനെ വിശദീകരിക്കാം, അത് മനസ്സിലാക്കാനായിട്ട്. രാത്രിയിലോ വല്ലോ നാം യാത്ര ചെയ്യുകയാണെങ്കിൽ, ബസ്സിൽ യാത്ര ചെയ്യുന്നു എന്ന് വിചാരിക്കുക, ഒത്തിരി വെളിച്ചം ഇച്ചിരി ഉയർന്ന സ്ഥലത്ത് നാം കാണുന്നു. എന്ത് നാം പറയും? അവിടെ ഒരു പട്ടണമുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു ടൗൺ ഉണ്ട്, ആ ഉയർന്നിരിക്കുന്ന സ്ഥലം. അപ്പോൾ അങ്ങനെയുള്ള ചിത്രമാണ് ഇവിടെ നാം കാണുന്നത്. വെളിച്ചങ്ങളുടെ കൂട്ടത്തെയാണ് പട്ടണമെന്ന് പറയുമ്പോൾ കർത്താവ് അവിടെ അർത്ഥമാക്കുന്നത്. എന്നാൽ അടുത്ത വാക്യത്തിൽ വിളക്ക്, ഇതൊക്കെ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. പട്ടണം എന്നുള്ള നിലയിൽ, വിളക്കെന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ കൂട്ടമായി തന്നെയുമല്ല, ഒറ്റയ്ക്കായി. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ സദസ്യങ്ങളുടെ ഉപയോഗമാണ് ഞാനിപ്പോൾ ഓർപ്പിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, നമ്മെ ഒറ്റയ്ക്കായിട്ട്, ആ ഇൻഡിവിജ്വൽസ് ആയിട്ട് കർത്താവ് പലയിടത്താക്കിയിരിക്കുന്നു. അതേസമയം കുടുംബങ്ങളായിട്ടും ദൈവം നമ്മെ പലയിടത്താക്കിയിരിക്കുന്നു. ഇന്ന് നാം കൂടി വന്നിരിക്കുമ്പോ ഒരു വലിയ കുടുംബത്തിന്റെ കാര്യം ഓർക്കുന്നത്, അല്ലേ? നെടുങ്കണ്ടത്തിൽ കുടുംബം, അല്ലേ? ആ നെടുങ്കണ്ടത്തിൽ കുടുംബം തന്നെ പല കുടുംബങ്ങളായിട്ട് കർത്താവ് പലയിടങ്ങളിലായിട്ട് ആക്കിയിരിക്കുന്നു. എന്തിനായിട്ടാണ്? നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകും. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകും. അല്ലെങ്കിൽ ആയിരിക്കുന്ന ഇടങ്ങളിൽ വെളിച്ചങ്ങളായി പരിലസിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും കുറിച്ചും ആഗ്രഹിക്കുന്നത്. അതിനാണ് രക്ഷിച്ച് ആ ദൈവം നമ്മെ പലയിടങ്ങളിൽ കുടുംബങ്ങളായിട്ട് ആക്കിയിരിക്കുന്നത്, അതേസമയം വ്യക്തികളായിട്ടും ആക്കിയിരിക്കുന്നത്. മാത്രമല്ല, ദൈവം എത്രയോ കൃപകൾ നമുക്ക് അതിനായിട്ട് നൽകിയിരിക്കുന്നു. നെടുങ്കണ്ടത്തിൽ കുടുംബത്തെ കുറിച്ച് പറഞ്ഞാൽ ഞാനിപ്പോൾ ഓർക്കുകയായിരുന്നു, പല താലന്തുകളാൽ നിറഞ്ഞ കുടുംബമാണ്. പാടുന്നവരുണ്ട്, പ്രസംഗിക്കുന്നവരുണ്ട്, നേതൃത്വ പാടവമുള്ളവരുണ്ട്, ഇങ്ങനെ പല കൃപകളുള്ളവരുണ്ട്. അപ്പോൾ ദൈവം അങ്ങനെയുള്ള കഴിവുകളൊക്കെ നൽകി ദൈവം നിങ്ങളെയൊക്കെ ആക്കിയിരിക്കുക, അല്ലെങ്കിൽ നമ്മളെയൊക്കെ ആക്കിയിരിക്കുക. അങ്ങനെ ആക്കിയിരിക്കുമ്പോ കർത്താവ് നൽകിയിരിക്കുന്ന ആ ഉത്തരവാദിത്തങ്ങൾ നാം ഓർക്കുകയും, ആ ഉത്തരവാദിത്തങ്ങൾ ഓർപ്പിക്കുവാനായിട്ട് കർത്താവ് രണ്ട് സദൃശ്യങ്ങൾ തന്റെ രാജ്യത്തിന്റെ സിറ്റിസൺസിന് വേണ്ടി അവിടെ ഉപയോഗിക്കുന്നു. ഒന്നാമത്തെ സദൃശ്യം 13-ാം വാക്യത്തിൽ നാം കാണുന്നു, ഉപ്പ് എന്ന സദൃശ്യം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. രണ്ടാമത്തെ സദൃശ്യം 14-ാം വാക്യത്തിൽ നാം കാണുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകും. ഉപ്പ്, വെളിച്ചം. എന്തിന് രണ്ട് സദൃശ്യം? കർത്താവിന് ഒരു സദൃശ്യം പറഞ്ഞ് മുന്നോട്ട് പോയാൽ പോരായിരുന്നു. എന്തിന് കർത്താവ് രണ്ട് സദൃശ്യം ഉപയോഗിച്ചു? രണ്ട് സദൃശ്യം ഉപയോഗിച്ചെങ്കിൽ അതിന് കാരണമുണ്ട്, സംശയമില്ല. അതിന് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അത് രണ്ട് സദൃശ്യം കർത്താവ് ഉപയോഗിക്കുന്നത്. ഉപ്പും വെളിച്ചവും, ഈ രണ്ട് സദൃശ്യത്തിന്റെ ഉപയോഗം നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഈ രണ്ട് സദൃശ്യങ്ങളുടെ, അല്ലെങ്കിൽ ഉപ്പിന്റെയും വെളിച്ചത്തിന്റെയും തമ്മിലുള്ള വ്യത്യാസം നാം ഒന്ന് മനസ്സിലാക്കുവാൻ ആവശ്യമുണ്ട്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? പല വ്യത്യാസങ്ങളുണ്ട്, കാരണം രണ്ടും രണ്ട് വസ്തുക്കളാണ്. എന്നാൽ ഒരു പ്രധാനമായിട്ടുള്ള വ്യത്യാസം ഇതാണ്, ഉപ്പ് കണ്ടോണ്ട് ഉപ്പാണെന്ന് പറയാനായിട്ട് സാധ്യമല്ല. എന്ത് ചെയ്യണം? രുചിക്കണം. ചിലപ്പോൾ ഉപ്പ് പോലുള്ളത് കണ്ട് ഇത് ഉപ്പാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പോൺസ് പൗഡറോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ രുചിച്ചെങ്കിലേ ഇത് ഉപ്പാണെന്ന് പറയാനായിട്ട് സാധിക്കും. എന്നാൽ വെളിച്ചമോ? വെളിച്ചം രുചിക്കുകയോ ഒന്നും വേണ്ട. വെളിച്ചം കണ്ടാൽ നമുക്കറിയാം അത് വെളിച്ചം. അപ്പോൾ ഉപ്പെന്ന് പറയുന്നതിന്റെ ഗുണം അതിൽ അന്തർലീനമായിട്ടിരിക്കുന്നതാണ്, അതിലുള്ളതാണ്. എന്നാൽ വെളിച്ചമെന്ന് പറയുമ്പോൾ അത് പുറമേ ദൃശ്യമാണ്.
അത് കാണാൻ സാധിക്കുന്നതാണ്. കർത്താവ് ഉപ്പെന്നുള്ള സദൃശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ സ്വഭാവം, നമ്മിലുള്ളത് അതിനെ കാട്ടുവാനായിട്ടാണ്. മാത്രമല്ല വെളിച്ചം എന്നുള്ള സദൃശം ഉപയോഗിക്കുന്നത് നമ്മുടെ പുറമേ ഉള്ളത് പ്രവൃത്തിയെക്കുറിച്ച് താഴേക്ക് വരുമ്പോൾ പറയുന്നത് നാം കാണുന്നുണ്ട്. നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് ആ വെളിച്ചം മറ്റുള്ളവർ കാണട്ടെ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അത് പ്രവൃത്തികളെ കാണിക്കുന്നതാണ്, മറ്റുള്ളവർ കാണുന്ന കാര്യമാണ്. അവർ കോണ്ടാക്ട്, അവർ ക്യാരക്ടർ ആൻഡ് അവർ കോണ്ടാക്ട്. ഏതാണ് കൂടുതൽ പ്രധാനം? ആദ്യം പറഞ്ഞതാ പ്രധാനം. ക്യാരക്ടർ. ആ കോണ്ടാക്ട് ഷുഡ് കം ഫ്രം അവർ ക്യാരക്ടർ. നമ്മുടെ ക്രിയകൾ നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് വരണം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, രണ്ട് സദൃശങ്ങൾ ഉപയോഗിച്ചതിന്റെ ഉദ്ദേശം ചുമ്മാതെ പറഞ്ഞതല്ല, പിന്നെ അത് ആ ഉദ്ദേശത്തോടു കൂടി പറഞ്ഞതാണ്. ഇനി വീണ്ടും മുൻപോട്ട് പോകാം. അത് അധികം വിശദീകരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രധാനമായിട്ടും ആ വെളിച്ചത്തിന്റെ കാര്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധയെ കൊണ്ടുപോകാം. ആ വെളിച്ചത്തിന്റെ കാര്യം പറയുമ്പോഴും അത് വിശദീകരിക്കുവാൻ വീണ്ടും രണ്ട് സദൃശം കർത്താവ് ഉപയോഗിക്കുന്നു. 14-ാം വാക്യം നോക്കുക. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. പിന്നെ നാം കാണുന്നത്, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല, വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല തണ്ടിന്മേൽ അത്ര. ഇങ്ങനെ കുടുംബത്തിന്റെ ഈ യോഗത്തിൽ എനിക്കും സംബന്ധിപ്പാൻ തക്കോണം കർത്താവ് നൽകിയിരിക്കുന്ന ഈ സാവകാശനായിട്ട് എന്നെ പരിചയപ്പെടുത്തുകയുണ്ടായി. ആർക്കെങ്കിലും മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ, ഷീലയുടെ സിസ്റ്റർ ഷീബയുടെ ഹസ്ബൻഡാണ്. നാളാമത്തെ കുറച്ചുകൂടെ ഷീല എല്ലാവർക്കും അറിയാം. ഷീബയുടെ ഹസ്ബൻഡാണ്. എന്നാൽ ഷീബയെ മാരേജ് ചെയ്തതിന് മുൻപ് തന്നെ ഈ സ്ഥലങ്ങളുമായിട്ട് നല്ല പരിചയം എനിക്കുണ്ട്. കാരണം സുവിശേഷൻ ബാലസംഘവുമായിട്ടുള്ള ബന്ധത്തിൽ നാടൊക്കെ വിടുന്നതിന് മുൻപ് 84-ലാണ് നാട് വിടുന്നത്. അതിന് മുൻപ് ഈ സ്ഥലങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ഈ ഭവനം ഉണ്ടായിരുന്നു എന്നറിയില്ല, ഇല്ലായിരുന്നു. അന്നുണ്ടായിരുന്ന ഭവനത്തിലൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ബാജിയും ഞാനും ഏതാണ്ട് ഒരേ കാലത്ത് പന്തളത്ത് പഠിച്ചവരാണ്. റോയിയെ പണ്ട് തന്നെ അറിയാം. ബ്രിജിയും ഞങ്ങളൊക്കെ എൻ്റെ സമകാലികരാണ്. ബോംബെയിൽ ഞങ്ങൾ GLS ഒന്നിച്ച് വർക്ക് ചെയ്തിരുന്നു. അങ്ങനെ ഈ സ്ഥലങ്ങളുമായിട്ട് ആ കാലങ്ങൾക്കൊക്കെ തന്നെ പരിചയമുണ്ട്. പിന്നീട് വിവാഹത്തിന് ശേഷമാണ് ഈ കുടുംബവുമായിട്ട് ഈ നിലയിൽ ബന്ധപ്പെടുവാനായിട്ട് ഇടയായത്. 84-ൽ നാട് വിട്ട് 98-ലായിരുന്നു വിവാഹം. 90 ബിഗിനിങ്ങിലായിരുന്നു വിവാഹം. ഏറ്റവും കൃത്യമായിട്ട് എനിക്കറിയില്ല, അവൾക്കറിയാം. 91-ൽ എനിക്ക് ഞങ്ങൾ കർത്താവിൻ്റെ ഇത് പറഞ്ഞ് വേലയ്ക്കായിട്ട്, സുവിശേഷ വേലയ്ക്കായിട്ട് വേർതിരിഞ്ഞു. 91 തൊട്ട് 4 വർഷം മുൻപ് വരെയും ഞങ്ങൾ മുംബൈയിലായിരുന്നു. അതുകൊണ്ടാണ് നാടുമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പരമായിട്ട് അധികം ഇടപെടുവാനായിട്ട് ഇടവരാതിരുന്നത്. 4 വർഷത്തിന് മുൻപ് ഞങ്ങൾ ആ ഭവനത്തിലെ ഒരു ആവശ്യം പ്രമാണിച്ച്, അതായത് എൻ്റെ അമ്മ പ്രായമായി കുളനടയുണ്ട്. കുളനടയാണ് ഞങ്ങളുടെ ഭവനം. 92 ഇയേഴ്സ് ഉണ്ട്. അപ്പോൾ അമ്മയുടെ കൂടെ നിൽക്കാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ നാട്ടിലായിരിക്കുന്നത്. എന്നാൽ ബോംബെയിൽ നിന്ന് ഞങ്ങളങ്ങനെ ഷിഫ്റ്റ് ചെയ്തതല്ല. അവിടെയുള്ള കർത്തൃവേല ഇപ്പോഴും തുടരുവാനായിട്ട് ഇടയാകുന്നു. ഞാനിവിടേക്കൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാത്രമല്ല കർത്തൃവേലയോടുള്ള ബന്ധത്തിൽ പലയിടങ്ങളിലായിട്ട് പോയി ശുശ്രൂഷിപ്പാനൊക്കെ ഇടയാകും. നിങ്ങൾ ചിലർക്ക് അതറിയാം. ഇങ്ങനെ നിങ്ങളുടെ മധ്യയായിരിക്കുവാനും അതിനെ ശുശ്രൂഷിക്കുവാനും ഒക്കെ കർത്താവ് തന്നിരിക്കുന്ന ഈ സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. 10 മിനിറ്റാണ് പയന ശുശ്രൂഷയ്ക്കായിട്ട് തന്നിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ അങ്ങനെ സമയമൊന്നും അത്ര പാലിക്കുന്നവരല്ല. 4 മണി എന്ന് പറഞ്ഞിട്ട് 4:30 നിങ്ങൾ വന്നത്. അപ്പോൾ സമയമൊന്നും ഞാനും വളരെ പാലിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ കഴിയുന്നത്ര സമയം പാലിക്കാനായിട്ട് ശ്രമിക്കും. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മിങ്ങനെ കൂടിയിരിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച്, കുടുംബങ്ങളായിട്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ഓർപ്പിക്കുന്നത് ഉചിതമായിരിക്കും. അതോടുള്ള ബന്ധത്തിൽ 13 മുതൽ മത്തായി 5-ന്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വളരെ പരിചയമുള്ള വാക്യങ്ങളാണ്. അത് വായിച്ച് കേൾപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ചുരുക്കം പേരുടെ കയ്യിലെ ബൈബിൾ ഉള്ളതെന്ന് എനിക്കറിയാം. കാരണം കുടുംബയോഗമാണ്. എന്നാൽ ഏത് യോഗത്തിലും ബൈബിളുമായിട്ട് പോകണം. കാരണം ദൈവസന്നിധിയിലാണല്ലോ കടന്നു വരുന്നത്. 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ചു. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെ എന്തുകൊണ്ട് രസം വരുത്താം? പുറത്തു കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടിക്കളയാനല്ലാതെ മറ്റൊന്നിനും പിന്നെ അത് കൊള്ളുന്നതല്ല. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിൻകീഴിലല്ല തണ്ടിന്മേലത്രേ വെക്കേണ്ടത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു.
അത് അങ്ങനെ തന്നെ മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. വായിച്ച വേദഭാഗത്തെ ദൈവം നമുക്ക് അനുഗ്രഹമാക്കി പെരുമാറാകട്ടെ. ഞാൻ ഓർപ്പിച്ചതുപോലെ കർത്താവിനുള്ളവരുടെ ഉത്തരവാദിത്തങ്ങളാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇത് ഗിരിപ്രഭാഷണത്തിൻ്റെ ഭാഗമാണ്. ഗിരിപ്രഭാഷണം 5-ാം അധ്യായത്തിൻ്റെ ആരംഭം മുതൽ നാം കാണാം. കർത്താവ് തൻ്റെ രാജ്യം സ്ഥാപിക്കുമ്പോൾ തൻ്റെ സിറ്റിസൺസിൻ്റെ സ്വഭാവം അതിൻ്റെ പ്രാരംഭത്തിൽ താൻ പറയുന്നു. അവരുടെ അനുഭവത്തെക്കുറിച്ച് താൻ പറയുന്നു. അതിനുശേഷം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ അവർ